എന്നെപ്പോലെ ചായ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? പക്ഷെ നമുക്കാർക്കും ഈ ചായ എന്ന പേരും ഈ ചായയും എങ്ങനെ ഇത്ര ഫേമസ് ആയെന്ന് അറിയില്ല. കാരണം നമ്മുടെ ചായ ഇന്ത്യക്കാരനല്ല, ചായ ചൈനീസുകാരനാണ്. ചൈനക്കാരിതിനെ ച എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരാണ് ഇതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അന്നത്തെ കാലത്ത് ചൈനയിൽ നിന്ന് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നത് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ടീ പ്ലാന്റേഷൻ തുടങ്ങി. അങ്ങനെ ഈ സാധനം ബ്രിട്ടീഷുകാർ വെള്ളത്തിലലിയിച്ചായിരുന്നു കുടിച്ചിരുന്നത്. അന്നേരം അതിനൊരു കയ്പ് ഫ്ലേവറായിരുന്നു. പിന്നീട് കാലക്രമേണ ഇതിൻ്റെ കയ്പ് മാറി ഇതിനൊരു റിച്ച്നെസ് വരാൻ വേണ്ടി ഇതിൽ മിൽക്ക് ആഡ് ചെയ്ത് തുടങ്ങി. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ പല പല സ്ഥലങ്ങളിൽ കടകളിൽ ഇത് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ആ കടയിലുള്ള ആൾക്കാർ ഇതിനെ ചായ എന്നും ഇത് വിൽക്കുന്ന കടകളെ ചായക്കടകൾ എന്നും വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ചായ നമ്മുടെ ഇന്ത്യയിൽ വന്നത്. ഇന്നത്തെ കാലത്ത് ചായ ഇഷ്ടമല്ലാത്തതായിട്ട് ആരുമില്ല. ഏതൊരു വിരുന്ന് സദ്യയിലും ആദ്യമുള്ളത് ചായ തന്നെയാണ്. കല്യാണത്തിനും കല്യാണ ഉറപ്പിനും മരണത്തിനും പല പല സ്ഥലങ്ങളിൽ ചായ ഒരു ഫേമസ് ആണ്. എന്തിന്, ഈവൻ നമ്മൾ രാവിലെ എണീറ്റ് വരുന്നത് ചായ കാപ്പിയൊക്കെയാണ് കുടിക്കാറ്. അങ്ങനെയാണ് ചായ എന്ന വാക്കും ചായയും നമ്മുടെ ഇന്ത്യയിൽ ഫേമസ് ആയത്. അപ്പോൾ ചായ ഇഷ്ടമുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഈ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ല നല്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.